ഹായ്, വെൽക്കം ടു ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വാഴയിലയിൽ മീൻ എങ്ങനെ പൊള്ളിച്ചെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബാസ മീനാണ് എൻ്റെ കയ്യിലുള്ളത്. ഏത് മീനിലും നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. മീൻ നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതേമാതിരി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുരുമുളകും ചേർത്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് ഈ മീനിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി ഇതൊരു 30 മിനിറ്റ് നമുക്ക് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൂടുതലും ചുവന്നുള്ളി എടുക്കുന്നതാണ് ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു 10 ചുവന്നുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം സവാള, ചുവന്നുള്ളിയാണ് കൂടുതൽ നമ്മൾ എടുക്കേണ്ടത്, സവാള അല്പം എടുത്താലും മതി. പിന്നെ ഒരു ചെറിയ തക്കാളി നന്നായി ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർത്ത് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. കുരുമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ആവശ്യത്തിന് വേപ്പില, ഒരു പച്ചമുളക് കീറിയിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഓയിലാണ്. നമുക്കറിയാം ഇത് നമ്മുടെ സ്വന്തം നാടൻ ഒരു വിഭവമാണ്. തീർച്ചയായിട്ടും കോക്കനട്ട് ഓയിൽ തന്നെ വേണം. പിന്നെ വേണ്ടത് 2 വാഴയില. നമ്മൾ ഫിഷിന് 2 പൊതിച്ചൽ കൊടുക്കും. ഉള്ളിൽ പൊതിയാൻ എടുക്കണ ഇല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്, പെട്ടെന്ന് കീറിപ്പോകാണ്ടിരിക്കാൻ. പുറത്ത് പൊതിയണ ഇല വാട്ടണം എന്നില്ല. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. പാൻ അല്ലെങ്കിൽ ചീനച്ചട്ടി ആയാലും മതി. ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് മീൻ വറുത്തെടുക്കാം. ഓയിലിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഫിഷ് ഇതിലോട്ട് ചേർത്ത് വറുത്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്ത മാതിരി എടുക്കാണ്ട് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിപ്പോൾ മറിച്ചിട്ടും വേവിച്ചെടുത്തിട്ടുണ്ട്. വാഴയിലയിൽ ചൂടാക്കി എടുക്കുമ്പോൾ ബാക്കിയുള്ള വേവും കൂടെ കറക്റ്റായിട്ട് വരും. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് പകർത്തി വയ്ക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെ ഉള്ളി, സവാള ഇത് രണ്ടും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം. നമുക്കിതിലോട്ട് ആവശ്യത്തിന് വേപ്പില ചേർക്കാം. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വാഴയിലയിൽ മീൻ പൊതിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്ത ഇല വാട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് കീറിപ്പോകാണ്ടിരിക്കാൻ. ഇതിലോട്ട് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മീൻ ഇതിനെ മേലെ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മസാല ഫിഷിൻ്റെ മേലെ തന്നെ ചേർക്കാം. മീൻ എപ്പോഴും സാധാരണ പോലെ വറുക്കാണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതിന് ശേഷം നമുക്കിത് നന്നായി മടക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇത് മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് വാട്ടിയിലയായ കാരണം പെട്ടെന്ന് കീറില്ല. ഇനി നമുക്ക് ഇത് നമ്മൾ വാട്ടാത്ത വേറൊരു ഇല എടുത്തു. വാഴയിലയുടെ സ്മെല്ല് നന്നായി കിട്ടും. ഇതിലും കൂടി വെച്ചിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇൻ കേസ് നമ്മുടെ ഇല കീറാണെങ്കിലും 2 ഇല ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും ധൈര്യമായിട്ട് നമുക്കിത് ആവി കയറ്റാം.
സൈഡൊക്കെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പിന്നെ പാനിൽ വെച്ച് കഴിയുമ്പോൾ ഇത് നീർന്നു വരും. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവും മറിച്ചിടാൻ. പാൻ അതിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വാഴയിലയിൽ പൊതിഞ്ഞ മീൻ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം പൊതിച്ചിൽ വരുന്ന സൈഡ് കമത്തി വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുറച്ച് നേരം നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇലയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് അതിനുള്ളിൽ തന്നെ തങ്ങി നിന്ന് അല്പനേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് തിരിച്ചിടാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് മറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. വാഴയില വാടി വന്നതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. ഇലയുടെ ചൂട് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലാണ് ഇവിടെയൊക്കെ. മീൻ പൊള്ളിച്ചത്, അതും വാഴയിലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും ഇതിൽ നിന്ന് ആവി പറക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തനി നാടൻ ഒരു മീൻ പൊള്ളിച്ചതാണ് വാഴയിലയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഫാമിലിയിലുള്ളവർക്ക്, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇതേപോലെയുള്ള കൂടുതൽ റെസിപ്പീസുമായിട്ട് ഞാൻ വരും. വീഡിയോസ് കാണാൻ വേണ്ടി, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കിട്ടാൻ വേണ്ടി വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ കാണും, അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. താങ്ക് യു.